ചെങ്കുത്തായൊരു മലയുടെ മുകളിൽ പാറ തുരന്നു നിർമ്മിച്ച ഒരു ജൈനക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജൈനവിശ്വാസത്തിൻ്റെ ദർശനങ്ങളും ആചാരങ്ങളും പാറയിൽ കൊത്തിവെച്ചിരിക്കുന്നത് അതേപോലെ സംരക്ഷിച്ചിരിക്കുന്ന ഒരു മനോഹര ക്ഷേത്രം. പാറയിൽ കൊത്തിയെടുത്തൊരു ക്ഷേത്രം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. വ്യത്യസ്തമായൊരു ക്ഷേത്രത്തിൻ്റെ കഥ പറയുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചിതറാൾ ജൈനക്ഷേത്രം. തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ തമിഴ്നാട്ടിലെ മാർത്താണ്ഡം പട്ടണത്തിന് സമീപത്തായാണ് ചിതറാൾ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലമുകളിലാണ് ഈ ശിലാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരം കരിങ്കൽ പാതയിലൂടെ നടന്നു കയറിയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഓർക്കുക, മുകളിൽ കടകളോ മറ്റു സൗകര്യങ്ങളോ ലഭ്യമല്ലാത്തതിനാൽ ആവശ്യമായ വെള്ളവും മറ്റും കയ്യിൽ കരുതാൻ മറക്കരുത്. പ്രായമായവർക്കും കുട്ടികൾക്കും അനായാസം നടന്നു കയറാൻ ഉതകുന്ന തരത്തിലാണ് നടപ്പാത ഒരുക്കിയിരിക്കുന്നത്. നടന്നു കയറുകയല്ലാതെ മുകളിലെത്താൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നടന്നു ക്ഷീണിക്കുമ്പോൾ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ വഴിനീളെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം കാണാറുള്ള ആൾത്തിരക്കും ബഹളങ്ങളുമൊന്നും ഇവിടെയില്ല. തീർത്തും ശാന്തമായ പ്രദേശം. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള നടപ്പാത അവസാനിക്കാറാകുമ്പോഴേക്കും ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗം കണ്ടു തുടങ്ങി. ഭീമാകാരങ്ങളായ ഉരുളൻ പാറകൾക്കരികിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിലെ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കാണുന്ന കരിങ്കൽ കവാടം കടന്നാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. എന്നാൽ ഈ സ്റ്റെപ്പുകൾ കയറിയാൽ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്താൻ കഴിയും. നമുക്കാദ്യം ക്ഷേത്രത്തിന് മുകളിലെ ഈ ശില്പഭംഗി കണ്ടിട്ട് തിരിച്ചു വരാം. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ക്ഷേത്ര മാതൃകയിലല്ല ഈ ഗോപുരം പണിതിട്ടുള്ളത്. ഒമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ജൈനക്ഷേത്രത്തിൻ്റെ ശില്പചാതുര്യം വേറിട്ടതും മനോഹരവുമാണ്. മുകൾ ഭാഗത്തു നിന്നും താഴേക്കിറങ്ങാൻ കൃത്യമായ പടികളൊന്നുമില്ല. കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ പ്രവേശന കവാടത്തിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഭീമാകാരങ്ങളായ 2 പാറകൾക്കിടയിലെ ഗുഹാസമാനമായ വഴിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. പാറകൾക്കിടയിൽ താഴേക്ക് നീളുന്ന ചവിട്ടുപടികൾ. ചവിട്ടുപടിയിലൂടെ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് നമ്മൾ കയറിയ മലയുടെ മറുവശത്തേക്കാണ്. അതായത് നമ്മൾ നടന്നു കയറിയ മലയുടെ മറുവശത്താണ് ചിതറാൾ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. താഴ്വരയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന ഭീമാകാരമായ ഈ പാറ വെട്ടിയൊതുക്കിയാണ് ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. ധ്യാനനിരതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങൾ. സന്യാസിനി ശില്പങ്ങൾ, ധർമ്മദേവതയുടെ ശില്പങ്ങൾ തുടങ്ങിയവയാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്.
കല്ലിൽ കൊത്തിയ ശില്പങ്ങളെയും കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഭീമാകാരമായ പാറയുടെ വശങ്ങളിലെ ദേവപ്രതിഷ്ഠകൾ നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വശത്ത് കൽത്തൂണുകളോടുകൂടിയ മണ്ഡപം കാണാം. മണ്ഡപത്തിൽ മൊത്തം 16 കൽത്തൂണുകൾ ഉണ്ട്. അതിൽ 6 എണ്ണം പുറത്തും ബാക്കി മണ്ഡപത്തിനകത്തുമായാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കന്മണ്ഡപത്തിന് താഴെ പ്രകൃതിദത്തമായൊരു ജലാശയമുണ്ട്. ചിതറാൾ ജൈനക്ഷേത്രത്തിൻ്റെ പ്രതിബിംബം ഒരു കണ്ണാടിയിലെന്ന പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഈ നിശ്ചലമായ നീർത്തടം ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. നീർത്തടത്തിൻ്റെ മറുകരയിലെ മലമുകളിൽ കയറിയാൽ അങ്ങ് ദൂരെ കന്യാകുമാരി വരെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കിയാൽ ജൈനക്ഷേത്രത്തിൻ്റെ പനോരമിക് കാഴ്ചയും നമുക്ക് ലഭിക്കും. താല്പര്യമുള്ളവർക്ക് ഈ മലയിലൂടെ തണുപ്പ് കാറ്റുമേറ്റ് നടക്കുകയും ചെയ്യാം. സംരക്ഷണ ഭിത്തികളോ മറ്റോ ഒരുക്കിയിട്ടില്ലാത്തതിനാൽ കുട്ടികളെയും കൊണ്ടുവരുന്നവർ കരുതലോടെ വേണം ഇവിടെ സഞ്ചരിക്കുവാൻ. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ഈ ജൈനക്ഷേത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ട്രെക്കിങ്ങും ഒപ്പം കാഴ്ചകളും ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഈ ചരിത്ര ഭൂമിക ഇഷ്ടമാവും എന്നതിൽ സംശയമില്ല. പെട്ടെന്നാണ് മഴ പെയ്തത്. മാർച്ച് മാസത്തിലെ ചൂടിൽ ലഭിച്ച ആദ്യ വേനൽ മഴ ആസ്വദിച്ച് തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങൾക്ക് ചാരെ ഞങ്ങൾ നിന്നു.